CPI എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ 7 നേതാക്കൾ കുറ്റക്കാരാണെന്ന് CPI കണ്ടെത്തി. ഇവർ സത്യവിരുദ്ധമായ വാർത്ത പ്രചരിപ്പിക്കുകയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും ചെയ്തെന്നാണ് കണ്ടെത്തൽ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് CPI ജില്ലാ കൗൺസിൽ അംഗീകരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തിരുവനന്തപുരം ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് കുറ്റാരോപിതർ? എന്താണ് അവർ ചെയ്ത കുറ്റം? SKN പി രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നേരത്തെ അച്ചടക്ക നടപടിക്ക് വിധേയനായ പി രാജുവിൻ്റെ നടപടി പിൻവലിക്കണമെന്ന് കൺട്രോൾ കമ്മീഷൻ നിർദ്ദേശിച്ചെങ്കിലും അതിന് നേതൃത്വം കൂട്ടാക്കിയില്ലെന്ന പ്രചരണമാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല, ഇത് വാസ്തവവിരുദ്ധമായ കാര്യമായിരുന്നു. ഇത് തെറ്റായി പ്രചരിപ്പിച്ചു. ഇതിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നു. ഇതേപ്പറ്റിയാണ് CPIയുടെ ജില്ലാ നേതൃത്വം നിയോഗിച്ച 3-അംഗ കമ്മീഷൻ അന്വേഷിച്ചത്. ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കൗൺസിലും ചർച്ച ചെയ്തു. ഈ ജില്ലാ കൗൺസിൽ ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചു. അസത്യമായ വാർത്ത പ്രചരിപ്പിക്കുകയും ഒപ്പം തന്നെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൽ 7 പേരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ജില്ലാ കൗൺസിൽ അംഗങ്ങൾ അടക്കം ഉള്ള ആളുകളുണ്ട്. വിവരങ്ങൾ ഇതുവരെ പാർട്ടി നേതൃത്വം പുറത്തുവിടുന്നില്ല. എന്നാൽ ഈ 7 പേരെ കുറ്റക്കാരാണെന്നുള്ള അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ ജില്ലാ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ സമ്മേളന കാലമായതിനാൽ നടപടി തൽക്കാലം മാറ്റിവെക്കുന്നുവെന്നാണ് ജില്ലാ കൗൺസിൽ തീരുമാനം. സംസ്ഥാന നേതൃത്വം കൂടി പങ്കെടുത്തുകൊണ്ട് പിന്നീട് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ജില്ലാ കൗൺസിൽ ചേർന്ന് നടപടി തീരുമാനിക്കും. ഈ 7 പേരും K ഇസ്മയിലിനെയും മറ്റും അനുകൂലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരാണ്. അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് CPI ജില്ലാ നേതൃത്വം പറയുന്നത്. ഇത് ഔദ്യോഗികമായി കുറ്റാരോപണം പുറത്തു വന്നു കഴിഞ്ഞോ? എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ്? SKN ഇന്ന് CPIയുടെ എറണാകുളം ജില്ലാ കൗൺസിൽ ചേർന്ന ഈ അന്വേഷണ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്തു. ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കുറ്റകരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പി രാജുവിൻ്റെ മൃതദേഹം ജില്ലാ കൗൺസിൽ ഓഫീസ്, അദ്ദേഹം മുൻ ജില്ലാ സെക്രട്ടറിയാണ് അവിടുത്തെ, അദ്ദേഹത്തിൻ്റെ മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കാനായി ജില്ലാ കൗൺസിൽ ഓഫീസിൽ കൊണ്ടുവരുന്നതിനോട് വീട്ടുകാർ വിസമ്മതിച്ചു. വീട്ടുകാർ അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതൊരു വിഭാഗം നേതാക്കൾ, പാർട്ടി നേതാക്കൾ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നടക്കുമ്പോൾ ആക്ഷേപങ്ങൾ ഉയർത്തുന്നു. ഇത്തരം ആക്ഷേപങ്ങളിലെ ഒക്കെ ഒരു എരിവ് പകർന്നത് K ഇസ്മയിലിൻ്റെ അന്നത്തെ പരസ്യ പ്രതികരണമായിരുന്നു. എന്തായാലും ഇതെല്ലാം കൂടി ചേർന്ന കാര്യങ്ങളാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ചത്. ഈ അന്വേഷണ കമ്മീഷനാണ് 7 പേരെ കുറ്റക്കാരായി കണ്ടെത്തി. ഇത് 7 പേരും ഇസ്മയിൽ അനുകൂല പക്ഷക്കാരാണ്. ശരിക്കും ഇതിനകത്ത് ഈ CPIയിലെ ചില ഗ്രൂപ്പ് ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വഴക്കുമായി ബന്ധപ്പെട്ട പ്രതിഫലനം ഇതിനകത്തുണ്ടോ? SKN തീർച്ചയായും കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ പി രാജുവിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളടക്കം ഉയർന്നു വന്നത്. 5 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് രാജുവിനെതിരെ കണ്ടെത്തുകയും പിന്നീട് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു. ഇതൊക്കെ പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ അടയാളമാണ് എന്ന തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. എന്തായാലും ഇപ്പോഴും പാർട്ടിക്കകത്ത് ചേരിതിരിവിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമായി ആയിട്ട് തന്നെയാണ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ വിഭാഗീയത തളം കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ പുറത്തു വന്നതാണോ ഈ ആരോപണ റിപ്പോർട്ടും അതുപോലെ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നാണോ പ്രധാനപ്പെട്ട ആരോപണം? SKN ഈ പി രാജുവിൻ്റെ നിര്യാണം സംഭവിച്ചത് അദ്ദേഹത്തിന് അർബുദ രോഗബാധിതനായാണ് മരിച്ചത്. എന്നാൽ ഈ മരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാർട്ടി ജില്ലാ കൗൺസിൽ ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കാൻ നേതൃത്വം ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ബന്ധുക്കൾ അത് ഇടപെട്ട് തടയുകയായിരുന്നു. ഇതിന് കാരണമായി ഒരു വിഭാഗം പാർട്ടി നേതാക്കൾ പ്രചരിപ്പിച്ചത് പി രാജുവിനെ അച്ചടക്ക നടപടി ലഘൂകരിച്ച് അദ്ദേഹത്തെ ഉയർന്ന ഘടകങ്ങളിലേക്ക് തിരിച്ചെടുക്കാനുള്ള ശുപാർശ കൺട്രോൾ കമ്മീഷൻ നൽകിയിരുന്നെങ്കിലും അതിനെ ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വം കൂട്ടാക്കിയില്ല എന്ന കാര്യം പ്രചരിപ്പിച്ചു. ഇത് തെറ്റായ കാര്യമാണ്. നടപടി ലഘൂകരിക്കണം എന്ന തരത്തിലുള്ളൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം പറയുന്നത്. ഇത്തരത്തിൽ ഇതിനിടയ്ക്കാണ് K ഇസ്മയിൽ പാർട്ടി പി രാജുവിനോട് നീതി കാട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തി. K ഇസ്മയിലെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അതിന് പിന്നാലെയാണ് എറണാകുളത്തിലെ നേതൃത്വത്തിലും ഇപ്പോൾ നടപടിക്കുള്ള കളമൊരുങ്ങിയത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.